ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായും ബജറ്റ് പാസ്സാക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ അജണ്ട. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ബില്ലുകൾ ഇപ്പോൾ പഞ്ചായത്ത് രാജ് ഭേദഗതി, നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ സഭയുടെ പരിഗണനയിലേക്ക് വരുന്ന ദിവസമാണ്. മറ്റൊന്ന്, ഈ സഭാ സമ്മേളനത്തിനിടെയാണ് ലോക കേരള സഭ നടക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം സഭയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനമാണ്. അവിടെ പ്രതിപക്ഷത്തിനൊരു വലിയ വിജയം കിട്ടി, അവരുടെ ആത്മവിശ്വാസം ഉയർന്നിട്ടുണ്ട്. ഭരണപക്ഷം അങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രതിരോധത്തിലാണോ? പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഭരണപക്ഷത്തിന്റെ ആലോചന? തീർച്ചയായും മനു, ഏതായാലും ഇന്നിപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 28 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് നിയമസഭ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കുകയും തുടർന്ന് സംസ്ഥാനം രാജ്യം ഒന്നടങ്കം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അതിനുശേഷമുള്ള സഭാ സമ്മേളനം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. രാവിലെ 9 മണിക്ക് തന്നെ സഭാ സമ്മേളനം ആരംഭിക്കും. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ആദ്യ ദിനം തന്നെ ബില്ലുകളും പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പഞ്ചായത്ത് രാജ് ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഇന്നിപ്പോൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നിലവിലിപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിന് സമാനമായി തന്നെ, അതായത് 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനമാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇതിനു മുൻപുള്ള 10ാം സമ്മേളനത്തിലും 9ാം സമ്മേളനത്തിലും ഒക്കെ കണ്ട രീതിയിൽ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക, സഭ സ്തംഭിപ്പിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിലുള്ളൊരു നടപടി തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ആ രീതിയിൽ അടിയന്തര പ്രമേയ വിഷയങ്ങൾ കൊണ്ടുവരാനാണ് നീക്കം. പക്ഷേ ഭരണപക്ഷം സ്വീകരിക്കുന്നത് ഒരു നിലപാട് മാത്രമാണ്. അതായത് പ്രതിപക്ഷം ഏത് കാര്യം കൊണ്ടുവന്നാലും അതിനെ വസ്തുതകൾ നിരത്തി അതിൽ മുന്നോട്ട് പോകുക, വസ്തുതകൾ നിരത്തി അതിന് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ 7:30 കൃത്യം 9 മണിക്ക് തന്നെ സഭാ സമ്മേളനം ആരംഭിക്കും. അതിന് മുന്നോടിയായി തന്നെ സ്പീക്കർ കൂടി നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശരി ഷീജ, ഓക്കെ, താങ്ക് യു. ഷീജയാണ് തിരുവനന്തപുരത്ത് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.